നമസ്കാരം. തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി പോളിംഗ് ബൂത്ത് തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി നാളെ പ്രഖ്യാപിക്കും. പ്രഖ്യാപനം രാവിലെ 10:30 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടെടുപ്പ് 7 ഘട്ടങ്ങളിലെന്ന് സൂചന. UDFിലെ സീറ്റ് വിഭജനം വഴിമുട്ടി. കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ നിന്ന് കേരള കോൺഗ്രസ് പിന്മാറി. KM മാണിക്ക് അസുഖമെന്ന് വിശദീകരണം. ക്ലിഫ് ഹൌസിൽ കോൺഗ്രസ് മന്ത്രിമാരുടെ യോഗം. CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും. കൊല്ലം മണ്ഡലം പരിഗണനയിൽ. CPI സ്ഥാനാർത്ഥി പ്രഖ്യാപനം 12-ന്. കേരള ഗവർണർ നിഖിൽ കുമാർ രാജിവെക്കും. രാജി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ പട്നയിൽ നിന്ന് മത്സരിക്കാൻ. നിഖിൽ കുമാർ ലാലു പ്രസാദ് യാദവുമായി ചർച്ച നടത്തി. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിൽ കരട് വിജ്ഞാപനമില്ല. ഓഫീസ് മെമ്മോറാണ്ടം മാത്രം. തിരിച്ചടിയുണ്ടാകുമെന്ന് സമരസമിതി. കേരള കോൺഗ്രസ് കർഷകർക്കൊപ്പമെങ്കിൽ മുന്നണി വിടണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് കേരള കോൺഗ്രസ്. പ്രവാസികൾക്ക് ഓൺലൈൻ വോട്ട് അനുവദിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. മൊബൈൽ ഇന്റർനെറ്റ് സാങ്കേതിക വിദ്യകൾ അനുദിനം വളരുമ്പോൾ ഓൺലൈൻ വോട്ട് അസാധ്യമാണെന്ന് പറയുന്നവരെ ചോദ്യം ചെയ്യുകയാണ് ഗൾഫിലെ പ്രവാസികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ നാളെ പ്രഖ്യാപിക്കും. മ്യാൻമർ സന്ദർശനം കഴിഞ്ഞ് ഇന്ന് രാത്രി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് തിരിച്ചെത്തുന്ന സാഹചര്യത്തിലാണ് ബുധനാഴ്ച രാവിലെ തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുക. ഏപ്രിൽ 2ാം വാരത്തോടെ ആരംഭിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ മെയ് പകുതി വരെ നീളും. നിലവിലുള്ള സഭയുടെ കാലാവധി ജൂൺ 1-നാണ് അവസാനിക്കുക. 7 ഘട്ടങ്ങളിലായിരിക്കും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയായിരിക്കും ഇത്. ഏപ്രിൽ 7-നും 10-നും ഇടയിൽ ആദ്യഘട്ടവും ഏപ്രിൽ 13-ഓടെ അവസാന ഘട്ടവും നടക്കുമെന്നാണ് സൂചന. 81 കോടി വോട്ടർമാരുള്ള സാഹചര്യത്തിൽ 7 ഘട്ടം വേണമെന്നാണ് പൊതുവെ കണക്കുകൂട്ടൽ. എങ്കിലും 6 ഘട്ടങ്ങളിലായി നടത്താനും ശ്രമമുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതോടെ രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാരുകൾക്കും പെരുമാറ്റച്ചട്ടം നിലവിൽ വരും. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം അടിയന്തര മന്ത്രിസഭായോഗം വിളിച്ച് പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാർ നടത്തിയത്. 2009-ലെ പൊതു തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 6 മുതൽ മെയ് 13 വരെ 6 ഘട്ടങ്ങളിലായാണ് നടന്നത്. ഏപ്രിൽ ചൂട് പ്രമാണിച്ച് തെരഞ്ഞെടുപ്പ് നേരത്തെ ആക്കണമെന്ന് സർവകക്ഷി യോഗം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇത് സാധ്യമല്ലെന്ന് കമ്മീഷൻ നേരത്തെ വ്യക്തമാക്കിയതാണ്. മെയ് 31-നുള്ളിൽ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന തരത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് തീയതികളുടെയും ഫലപ്രഖ്യാപന തീയതിയുടെയും ക്രമം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഒഡീഷ, സിക്കിം, പുതുതായി രൂപം കൊണ്ട തെലങ്കാന, സീമാന്ധ്ര എന്നീ സംസ്ഥാനങ്ങളുടെയും നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിച്ചേക്കും. നിയമസഭ മരവിപ്പിച്ച് നിർത്തിയിട്ടുള്ള ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഇതോടൊപ്പം പ്രഖ്യാപിക്കാൻ സാധ്യതയില്ലെന്നാണ് കണക്കുകൂട്ടൽ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, സംസ്ഥാന സർക്കാരുകൾ, അർദ്ധസൈനിക വിഭാഗങ്ങൾ, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ എന്നിവരുമായി നടത്തുന്ന പതിവ് ആശയവിനിമയം പൂർത്തിയായിരുന്നു. മീഡിയ 1 ഡൽഹി. കേരള കോൺഗ്രസുമായി കോൺഗ്രസ് നടത്താനിരുന്ന സീറ്റ് വിഭജന ചർച്ച വഴിമുട്ടി. KM മാണിക്ക് അസുഖം മൂലം ചർച്ചയിൽ നിന്ന് പിന്മാറിയതെന്നാണ് വിശദീകരണം. എന്നാൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ഓഫീസ് മെമ്മോറാണ്ടം പുറത്തിറങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് ചർച്ച ബഹിഷ്കരിച്ചതെന്നാണ് സൂചന. ക്ലിഫ് ഹൌസിൽ കോൺഗ്രസ് മന്ത്രിമാരുടെ യോഗം ഇപ്പോൾ ചേരുകയാണ്. വിവരങ്ങളുമായി മുഹമ്മദ് അസ്ലം ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. അസ്ലം, ക്ലിഫ് ഹൌസിൽ തിരക്കിട്ട ചർച്ചകൾ നടത്തുകയാണ്. KM മാണി പ്രതിഷേധം അറിയിച്ചിരിക്കുന്നു. എന്ത് രാഷ്ട്രീയ തീരുമാനമാണ് പ്രതീക്ഷിക്കുക? ചർച്ച ഇപ്പോഴും തുടരുകയാണോ? ജിൽസി, ചർച്ച പൂർണ്ണമായും അവസാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണും. ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന കാര്യം ഇത്രയുമാണ്. ഓഫീസ് മെമ്മോറാണ്ടത്തെ സ്വാഗതം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. സംസ്ഥാന സർക്കാർ ഉന്നയിച്ച ആവശ്യങ്ങൾ കേന്ദ്രം പരിഗണിച്ചുകൊണ്ടുള്ള, അതായത് വുമൻ കമ്മിറ്റി റിപ്പോർട്ടിനെ തത്വത്തിൽ അംഗീകരിച്ചുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ഓഫീസ് മെമ്മോറാണ്ടം പുറത്തിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ സ്വീകരിക്കാൻ, ഇതിനെ സ്വാഗതം ചെയ്യണമെന്ന് തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ KM മാണിയുമായി മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ ഓഫീസ് മെമ്മോറാണ്ടം ഇറങ്ങിയത് ഇനിയൊരു കരട് വിജ്ഞാപനം ഇറങ്ങുന്നതിന് തടസ്സമല്ല എന്നൊരു വിലയിരുത്തൽ, അല്ലെങ്കിൽ ആശയവിനിമയം തന്നെയാണ് കേന്ദ്രത്തിൽ നിന്നും കേരളത്തിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒരു കരട് വിജ്ഞാപനം ഇറങ്ങുമെന്നും ഇക്കാര്യം മുൻനിർത്തിക്കൊണ്ട് രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളെ മറികടക്കാൻ കഴിയുമെന്നുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി, അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വവും ഉള്ളത്. ഈ കരട് വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്നുള്ള സാഹചര്യത്തിൽ തന്നെ രാഷ്ട്രീയപരമായ പ്രതിസന്ധികളെ മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് മുഖ്യമന്ത്രി ഇപ്പോൾ ഉള്ളത്. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നതാണ്. നേരത്തെ മുന്നണി ചർച്ചകൾക്കായിട്ടാണ് വന്നതെങ്കിൽ പോലും PM സുധീരൻ, അതോടൊപ്പം തന്നെ VD സതീശൻ,
KPC മുൻ പ്രസിഡന്റ് രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ആര്യയുടെ മുഹമ്മദ് തുടങ്ങിയ മിക്കവാറും എല്ലാ പ്രധാനപ്പെട്ട മന്ത്രിമാരും അടങ്ങിയ യോഗമാണ് മണിക്കൂറുകൾക്ക് ശേഷം ഇത്തരമൊരു വിലയിരുത്തലുകൾക്ക് ശേഷം പിരിഞ്ഞിരിക്കുന്നത്. ഇക്കാര്യം KM മാണിയുമായി മുഖ്യമന്ത്രി ഫോണിൽ തന്നെ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇനി മുഖ്യമന്ത്രിയുടെ പ്രതികരണം, അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞുള്ള KM മാണിയുടെ പ്രതികരണവുമാണ് നമുക്ക് വരാനുള്ളത്. ജിൽസി. ശരി അസ്ലം, ക്ലിഫ് ഹൗസിൽ കോൺഗ്രസ് മന്ത്രിമാർ നടത്തിവന്ന ചർച്ച അവസാനിച്ചിരിക്കുന്നു. കരട് വിജ്ഞാപനം 2 ദിവസത്തിനകം പുറത്തിറങ്ങും എന്ന സൂചനയാണ് യോഗം നൽകുന്നത്. വിവരങ്ങളാണ് മുഹമ്മദ് അസ്ലം നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കേരള കോൺഗ്രസ് കർഷക പാർട്ടിയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ അവർ മുന്നണി വിടണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. മുന്നണി വിട്ടാൽ അവർ വഴിയാധാരമാകില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. കേരള ഗവർണർ നിഖിൽ കുമാർ രാജിവെക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് രാജി. ബീഹാറിലെ ഔറംഗാബാദിൽ നിന്നുള്ള മുൻ MP കൂടിയാണ് നിഖിൽ കുമാർ. കോൺഗ്രസ് RJD സീറ്റ് ചർച്ചയുടെ ഭാഗമായി നിഖിൽകുമാർ RJD അധ്യക്ഷൻ ലാലു പ്രസാദ് യാദവിനെ കണ്ടതോടെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ബീഹാറിലെ ഔറംഗാബാദിൽ നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കാനാണ് തീരുമാനം. ഗവർണർ രാജിവെക്കുന്ന കാര്യം രാജ്ഭവൻ വൃത്തങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബീഹാറിലെ ഔറംഗാബാദ് മണ്ഡലം നിഖിൽ കുമാറിന്റെ കുടുംബമണ്ഡലം എന്ന് പറയാവുന്ന ഒന്നാണ്. പാരമ്പര്യമായി കോൺഗ്രസുകാരനായ അദ്ദേഹത്തിന്റെ അമ്മ ഈ മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലെത്തിയിട്ടുണ്ട്. 1999 നിഖിൽ കുമാറിന്റെ ഭാര്യ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഔറംഗാബാദിൽ നിന്ന് മത്സരിച്ച നിഖിൽ കുമാർ വിജയം നേടി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും ജയിക്കാൻ കഴിഞ്ഞില്ല. 2012 മാർച്ച് 22-നാണ് നിഖിൽ കേരള ഗവർണറായി ചുമതലയേറ്റത്. മീഡിയ 1 തിരുവനന്തപുരം. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റുകൾ കോൺഗ്രസിന് തന്നെ വേണമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് KC അബു. കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം മാനിച്ചു മാത്രമേ വടകരയിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കൂ എന്ന് പ്രതീക്ഷിക്കുന്നതായും KC അബു പറഞ്ഞു. വടകര, വയനാട് സീറ്റുകളിലെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനം കണ്ണുനട്ടിരിക്കുന്നത് സോഷ്യലിസ്റ്റ് ജനത മാത്രമല്ല, കോഴിക്കോട് DCCയും കൂടെയാണ്. വടകര വിട്ടുകൊടുക്കുന്നതിന് DCCക്ക് താൽപ്പര്യമില്ല. ഹൈക്കമാൻഡ് തീരുമാനം എതിരായാൽ ആൺകുട്ടിയെ കിട്ടാൻ വേണ്ടി വഴിപാട് നടത്തും, ക്ഷേത്രത്തിൽ വിളക്ക് കത്തിക്കും, എല്ലാ നിസ്കാര സമയത്തും ദൈവത്തോട് പ്രാർത്ഥിക്കും. പക്ഷേ പെൺകുട്ടിയായാലോ, ആൺകുട്ടിക്ക് പകരം പെൺകുട്ടി വന്നാലും ആ കുട്ടിയെ നന്നായി പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യില്ലേ. അതുകൊണ്ട് ഞങ്ങളെ ആഗ്രഹം ഇതാണ്, ഞങ്ങൾക്ക് സീറ്റ് കോൺഗ്രസിന് തന്നെ ആയിരിക്കുമെന്നാണ് വിശ്വാസം. പിന്നീട് എല്ലാം മനസ്സിലാക്കി തീരുമാനിക്കാനുള്ള ഒരു കഴിവുള്ള ലീഡർഷിപ്പാണ് കേരളത്തിലും അതുപോലെ ദേശീയ തലത്തിലും കോൺഗ്രസിനുള്ളത്. സിറ്റിംഗ് MPമാർക്ക് ജയസാധ്യത ഏറെയാണെന്നും KC അബു വ്യക്തമാക്കി. ആ സീറ്റിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കണം, അതാണ് ജില്ലയിലെ കോൺഗ്രസ്സുകാർ ആഗ്രഹിക്കുന്നത്. പിന്നെ ഏറ്റവും വിജയസാധ്യത, ഇപ്പോൾ എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഞാൻ നിന്നാൽ വിജയസാധ്യത കുറവാണ്. അതെനിക്കും ബോധ്യമുണ്ട്, എന്നേക്കാൾ കൂടുതൽ നേതൃത്വത്തിനും ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ 3 ആൾ നിന്നാലാണ് കൂടുതൽ വിജയസാധ്യത ഉള്ളത്. അതുകൊണ്ട് അവർ തന്നെ നിൽക്കട്ടെ എന്ന് ഞങ്ങളൊക്കെ തീരുമാനിച്ചതാണ്. മലയോര മേഖലയിലെ കർഷകരുടെ പിണക്കം തൽക്കാലത്തേക്കാണെന്നും കർഷകർക്ക് അനുകൂലമായ തീരുമാനം ഉടനുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി KC അബു നടത്തുന്ന ജനജാഗ്രതാ യാത്ര ബുധനാഴ്ച തുടങ്ങും. KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്യും. മീഡിയ 1 കോഴിക്കോട്. ക്ലിഫ് ഹൗസിൽ നടന്ന കോൺഗ്രസ് മന്ത്രിമാരുടെ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മാധ്യമപ്രവർത്തകരെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ബഫർ സോൺ കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രായോഗികമല്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇന്നെടുത്ത തീരുമാനം ഞാൻ ഒരു സെന്റൻസ് വായിക്കുന്നു. Recommendations of the state government were examined by the MOEF and it has been decided to accept these recommendations in respect of Kerala regarding ESA boundaries. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ വനം സംരക്ഷിക്കും. വനം സംരക്ഷിക്കുന്നതിൽ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മളുടെ അത് നയമാണ്, പരിപാടിയാണ്. അത് പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു ഓഫീസ് മെമ്മോറാണ്ടമാണ് ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച്
ചില ആശങ്കകൾ മീഡിയയിൽ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അത് നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല എന്നതാണ്. യെസ്, ഹലോ. ഉമ്മൻചാണ്ടി. യെസ്, ഗുഡ് ഈവനിങ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നു. ഇന്ന് പുറത്തിറങ്ങിയ ഓഫീസ് മെമ്മോറാണ്ടത്തിലെ നിർദ്ദേശങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ. തത്സമയ സംപ്രേഷണമാണ് കണ്ടത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളിൽ ഇത്തവണയും മാറ്റമുണ്ടാകില്ല. സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ CPM പുതിയ പരീക്ഷണങ്ങൾക്ക് മുതിരില്ലെന്നാണ് സൂചന. സംവരണ മണ്ഡലമായ ആലത്തൂരിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസിന് മറ്റൊരാളില്ലാത്തതിനാൽ സുധീർ തന്നെയാകും എതിരാളി. സംവരണ മണ്ഡലമായ ആലത്തൂരിൽ 25,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ CPMന്റെ PK ബിജു ജയിച്ചു കയറിയത്. സിറ്റിംഗ് സീറ്റ് നിലനിർത്തണമെന്നത് CPMന്റെ ആവശ്യമായതിനാൽ പുതിയ സ്ഥാനാർത്ഥി പരീക്ഷണങ്ങൾക്ക് പാർട്ടി മുതിരില്ല. യുവാവായ PK ബിജുവിന്റെ പാർലമെന്റ് പ്രകടനത്തിൽ പാർട്ടി സംതൃപ്തരുമാണ്. പ്രവർത്തനം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരവും ആവേശകരവുമായിട്ടാണ്. ഒട്ടേറെ വിഷയങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ സാധാരണക്കാരുടേതായിട്ട് ഉയർത്താൻ കഴിഞ്ഞു. PK ബിജുവിനെ നേരിടാൻ കോൺഗ്രസിലുള്ളത് കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥിയായ സുധീറാണ്. മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കാൻ ഇതുവരെ DCCക്കായിട്ടില്ല. ഇത് സുധീറിന് പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നു. ഇത്തവണ മത്സരിച്ചാൽ ബിജുവിനെ അട്ടിമറിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സുധീർ. 4 വർഷക്കാലമായി അദ്ദേഹം മണ്ഡലത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. കാർഷിക മേഖലയിലേക്കൊന്നും തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞില്ല. അതുപോലെ കുടിവെള്ള പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. അത് പരിഹരിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷേ അദ്ദേഹം ജയിക്കുന്ന കാര്യം ഒരിക്കലും നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയാത്തൊരു കാര്യം. ഇപ്രാവശ്യം അവിടെ UDF ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇരു പാർട്ടികളും പരീക്ഷണത്തിന് തയ്യാറാകാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥികളുടെ ആവർത്തനമാകും ആലത്തൂരിലുണ്ടാവുക. BJP സ്ഥാനാർത്ഥി ആരെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടുമില്ല. മീഡിയ 1 തൃശൂർ. പോളിംഗ് ബൂത്തിൽ ഇടവേള. പോളിംഗ് ബൂത്ത് തുടരുന്നു. ഇനി തെരഞ്ഞെടുപ്പിന്റെ ചരിത്ര പഥങ്ങളിലേക്ക്. ഇന്ത്യൻ രാഷ്ട്രീയ വ്യവസ്ഥയുടെ നടപ്പുദോഷങ്ങളോട് നിരന്തരം കലഹിച്ച രാഷ്ട്രീയ നേതാവായിരുന്നു മുൻ പ്രധാനമന്ത്രി VP സിംഗ്. അധികാരത്തിനു വേണ്ടി രാഷ്ട്രീയ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ്. അധികാര രാഷ്ട്രീയത്തിന്റെ ദൈനംദിന ആവശ്യങ്ങളെക്കാൾ വിശാലമായ രാജ്യതാൽപര്യം ഉയർത്തിപ്പിടിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത രാഷ്ട്രീയക്കാരനായിരുന്നു VP സിംഗ്. 1977 ജനതാ പരീക്ഷണം പരാജയപ്പെട്ടതിന് ശേഷം ദേശീയ തലത്തിൽ ആദ്യ കോൺഗ്രസിതര സർക്കാരിന് നേതൃത്വം നൽകിയ മുൻ പ്രധാനമന്ത്രി. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ജീവവായുവായ മതേതരത്വവും സാമൂഹ്യനീതിയും ഉയർത്തിപ്പിടിച്ച രാഷ്ട്രതന്ത്രജ്ഞൻ.
അഴിമതിക്കെതിരെ കുരിശുയുദ്ധം നടത്തി രാഷ്ട്രീയ വ്യവസ്ഥയുടെ നടപ്പുദോഷങ്ങളോട് നിരന്തരം കലഹിച്ച സോഷ്യലിസ്റ്റ്. അങ്ങനെ വിശേഷണങ്ങൾ നിരവധിയുണ്ട് വിശ്വനാഥ് പ്രതാപ് സിംഗിന്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നെഹ്റുവിയൻ പ്രഭാവത്തിന്റെ വസന്തകാലത്താണ് VP സിംഗ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നുവരുന്നത്. ഇന്ദിരാഗാന്ധി നേതൃത്വത്തിലെത്തിയതോടെ കോൺഗ്രസിന്റെ ദേശീയ നേതൃനിരയിലേക്ക് VP സിംഗ് ഉയർന്നു. 1980-ൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായി. പക്ഷേ അധികാരത്തിൽ അധികകാലം തുടർന്നില്ല. 2 വർഷത്തിനകം തന്നെ മുഖ്യമന്ത്രി പദം ഉപേക്ഷിച്ചു. ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഉജ്ജ്വല ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായി. VP സിംഗിനെ ധനമന്ത്രിയാക്കി. രാജീവിന്റെ വിശ്വസ്തനായിരുന്നു സിംഗ്. സാമ്പത്തിക രംഗത്ത് ധീരമായ പല നടപടികളും സിംഗ് കൈക്കൊണ്ടു. സ്വർണം കള്ളക്കടത്തിനും ഇറക്കുമതിക്കും ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. നികുതി വെട്ടിപ്പ് കേസിൽ വ്യവസായ പ്രമുഖൻ ധീരുഭായ് അംബാനി, ബോളിവുഡിലെ അതികായനായ അമിതാഭ് ബച്ചൻ തുടങ്ങിയ വൻ തോക്കുകൾക്കെതിരെ നടപടിയെടുത്തു. ധനമന്ത്രി എന്ന നിലയിൽ സ്വീകരിച്ച ധീരമായ നടപടികൾ കോൺഗ്രസ് നേതൃത്വത്തിൽ അപ്രീതി വിളിച്ചുവരുത്തി. വൻ സ്രാവുകളുടെ സമ്മർദ്ദത്തെ തുടർന്ന് സിംഗിനെ രാജീവ് ഗാന്ധി ധനമന്ത്രി പദത്തിൽ നിന്ന് പ്രതിരോധ മന്ത്രാലയത്തിലേക്ക് മാറ്റി. പക്ഷേ ഇവിടെയും VP സിംഗ് തന്റെ രാഷ്ട്രീയ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചു. ആയുധ ഇടപാടിലെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരാനുള്ള ശ്രമം ബോഫോഴ്സ് വിവാദത്തിലേക്കെത്തി. ബോഫോഴ്സ് ഇടപാടിൽ പ്രധാനമന്ത്രിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു. ബോഫോഴ്സ് വിവാദം രാജീവ് ഗാന്ധിയുടെ പ്രതിച്ഛായ തകർത്തു. ഈ സംഭവം സിംഗിന് മന്ത്രിസഭയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി തുറന്നു. പാർലമെന്റ് അംഗത്വവും കോൺഗ്രസ് അംഗത്വവും രാജിവെച്ച് VP സിംഗും കൂട്ടരും ജനതാ പാർട്ടി രൂപീകരിച്ചു. 1989-ലെ പൊതുതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടിയേറ്റു. തെരഞ്ഞെടുപ്പിന് ശേഷം ദേശീയ മുന്നണിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ കൂട്ടുകക്ഷി മന്ത്രിസഭ അധികാരമേറ്റു. രാജീവിന്റെ മുഖ്യ എതിരാളിയായ VP സിംഗ് പ്രധാനമന്ത്രിയായി. സഖ്യകക്ഷി സർക്കാരായിരുന്നിട്ടും പ്രഖ്യാപിത നിലപാടുകളിൽ വെള്ളം ചേർക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ജനക്ഷേമകരമായ എല്ലാ നീക്കങ്ങൾക്കെതിരെയും ശക്തമായ എതിർപ്പുണ്ടായി. പിന്നാക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ ശ്രമിച്ചതോടെ സിംഗിനെതിരെ എതിർപ്പ് രൂക്ഷമായി. സംവരണ വിരുദ്ധർ ശക്തമായ മണ്ഡൽ വിരുദ്ധ കലാപം ആസൂത്രണം ചെയ്തു. ഇതേസമയം തന്നെ BJP ദേശവ്യാപകമായി ബാബറി മസ്ജിദ് പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നു. ഇന്ത്യയുടെ ഹൃദയഭൂമിയിലൂടെ LK അദ്വാനി വർഗീയതയുടെ രഥമുരുട്ടി. രഥയാത്രയ്ക്കിടെ അദ്വാനി അറസ്റ്റിലായി. ഇതേ തുടർന്ന് BJP ദേശീയ മുന്നണി സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം വന്നു. VP സിംഗ് സർക്കാർ പുറത്തായി. അധികാരത്തിൽ തുടരാൻ വഴിവിട്ട നീക്കങ്ങൾക്കൊന്നും വിശ്വനാഥ് പ്രതാപ് സിംഗ് തയ്യാറായിരുന്നില്ല. പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് VP സിംഗ് പിൻവലിഞ്ഞു. അർബുദ രോഗത്തിന് ഏറെ നാൾ നീണ്ട ചികിത്സയ്ക്ക് ശേഷം 2008 നവംബർ 27-ന് അന്തരിച്ചു. ഇലക്ഷൻ ഡെസ്ക് മീഡിയ 1. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ വാർത്താ സമ്മേളനം തുടരുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക് വീണ്ടും. ഈ ഡയറക്ഷൻസ് ബാധകമാണ്, നാളെയും ബാധകമാണ്. പക്ഷേ പുതിയ മെമ്മോറാണ്ടം വന്നു. എന്താ? ESIയിലെ ഏരിയ ഒഴിവാക്കിക്കൊണ്ടുള്ള ഡയറക്ഷൻസ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഓഫീസ് മെമ്മോറാണ്ടം വന്നു കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അവശേഷിക്കുന്ന ഏക പ്രശ്നം നോട്ടിഫിക്കേഷൻ്റെ കാര്യമാണ്. അതും വളരെ വ്യക്തമാണ്. ഇന്നത്തെ പ്രസ് റിലീസിലും പിന്നെ ഓഫീസ് മെമ്മോറാണ്ടത്തിലും അത് ഉടനെ വരും എന്ന് വന്നിരിക്കുന്നു. അത് ഏറ്റവും വേഗത്തിൽ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ESIയുടെ പരിധിയിൽ നിന്ന് ഇത്രയും ഒഴിവായി എന്നുള്ള വിവരം
പലരും മനസ്സിലാക്കാതെ പ്രതികരിച്ചത് അങ്ങയുടെ ഘടകകക്ഷിയായ മാണി ഗ്രൂപ്പിലെ പല നേതാക്കളും. അതുകൊണ്ടാണ് ഇത്രയും ഒരു അനാമി കണ്ടീഷൻ പോലും. അല്ല, അതിപ്പോൾ ഞാനിപ്പം ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. എല്ലാവർക്കും പിന്നെ ബന്ധപ്പെടാൻ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഞാൻ ആദ്യം കിട്ടുമ്പോൾ എനിക്ക് പോലും ഒരു കൺഫ്യൂഷനല്ല വരുന്നത്. കാരണം മീഡിയ അങ്ങ് അടിച്ച് കയറ്റുകയല്ലേ, എല്ലാം തകർന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുക. അപ്പം ഞാൻ വന്ന് പിന്നെ KPC പ്രസിഡന്റ് ഉണ്ടായിരുന്നു, ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു, UDF കൺവീനർ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടി ഇരുന്നിട്ട് ഡൽഹിയിൽ ശ്രീ വീരപ്പ മൊയ്ലിയെ പലവട്ടം സംസാരിച്ചു, ആൻ്റണിയായിട്ട് പലവട്ടം സംസാരിച്ചു, മറ്റ് കേന്ദ്ര നേതാക്കളുമായിട്ട് സംസാരിച്ചു. അവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ ഒരു മെസ്സേജാണ് ഞാൻ ഫോൺ ചെയ്യാനായിട്ട് പുറത്തോട്ട് പോയത്. അങ്ങനെ എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിന് തന്നെ ഒരു കറക്റ്റ് പിക്ചർ കിട്ടുന്നത്. അപ്പം എല്ലാവർക്കും കറക്റ്റ് പിക്ചർ കിട്ടിയിട്ടില്ല. അത് കിട്ടാത്തതിൻ്റെ പേരിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തത്തില്ല. കാരണം എല്ലാവരും വലിയൊരു ആശങ്കയല്ലേ. ആ ആശങ്ക 100 ഇരട്ടി വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ കൂടെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന ബുദ്ധിമുട്ടുകളാണ്. കേരളം ആവശ്യപ്പെട്ട അനുസരിച്ചുള്ള ESA അതിന്റെ ഓഫീസ് മെമ്മോറാണ്ടം ഇപ്പോൾ ഇറങ്ങി. ഇനി ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ആകണം, അത് കഴിഞ്ഞ് അന്തിമമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആകണം. ഈ അന്തിമമായ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ ആദ്യത്തെ ഡയറക്ഷൻ നിലനിൽക്കില്ലേ? ഒരു സംശയമാണ്. ഏതാ അന്തിമമായ നോട്ടിഫിക്കേഷൻ വരുന്നത് വരെ ഈ കേരളം ആവശ്യപ്പെട്ട അനുസരിച്ചുള്ള ESA, അതായത് ജനവാസ കേന്ദ്രങ്ങൾ മാറ്റിയിട്ടുള്ള ESA. അല്ലല്ല, ഇതിപ്പം പിന്നെ ഓഫീസ് മെമ്മോറാണ്ടം വരുമ്പോൾ തന്നെ ESIയിൽ നേരത്തെ ഉണ്ടായിരുന്നതിനുള്ള മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. മതി. ഡയറക്ഷൻ സ്റ്റേറ്റിലെ ഈ പിന്നെ ഇവർക്കാണ് കൊടുത്തിരിക്കുന്നത്. ആ ഡയറക്ഷൻ എന്താ? ആ ഡയറക്ഷൻ പിന്നെ ESI ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡയറക്ഷനാണ്. അത് ഓഫീസ് മെമ്മോറാണ്ടമാണ്. അത് ഒരു ഓഫീസ് മെമ്മോറാണ്ടത്തെ വേറൊരു ഓഫീസ് മെമ്മോറാണ്ടം കൊണ്ട് അത് നമുക്ക് തിരുത്താൻ പറ്റും. അതനുസരിച്ച് തിരുത്തുന്നു. ഇപ്പം പിന്നെ ഓഫീസ് മെമ്മോറാണ്ടവും വന്നു, ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനും വന്നു. പിന്നെ എന്താ വരാൻ? അല്ലല്ല, 123 എഴുതിയിരിക്കുന്നു. അതെ, പുറത്തു വരും. അത് വളരെ ക്ലിയറാണ്, പുറത്തു വരും. ഗ്രൗണ്ട് ലെവലിൽ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ പ്രദേശങ്ങൾ ഇതിൽ വരുന്നുണ്ട്, വരുന്നില്ല എന്നുള്ള ഏത് രൂപത്തിൽ അതുണ്ട്. അതിന് വളരെ ക്ലിയറാണ്. നമ്മൾ ജനവാസ കേന്ദ്രങ്ങൾ, കൃഷി സ്ഥലങ്ങൾ, പ്ലാന്റേഷൻ ഇത്രയും ഒഴിവായി. നമ്മൾ ഫോറസ്റ്റ്, ഇനി അതുകൂടി അങ്ങ് തുറന്നു പറയാം, ഫോറസ്റ്റ് കംപ്ലീറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറായിരുന്നു. അപ്പോൾ കേന്ദ്രം ചോദിച്ചു, എന്നെ തന്നെ ടെലിഫോണിൽ വിളിച്ച് ചോദിച്ചു, നിങ്ങളുടെ അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി അറിയണം. പാറക്കെട്ടുകൾ, പുൽമേടുകൾ, ജലാശയങ്ങൾ, അല്ലേ, 3 ഈ 3 കൂടി സംരക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ നോ മാൻസ് ലാൻഡ്, ഫോറസ്റ്റ് അല്ല, സ്വകാര്യ ഭൂമിയല്ല, ഗവൺമെൻറ്റിൻ്റെ പുറമ്പോക്കായിട്ട് കിടക്കുന്ന പാറമട, പുൽമേട്, ജലാശയങ്ങൾ ഓൺ ദി സ്പോട്ട് ഞാൻ എഗ്രി ചെയ്തു, സമ്മതിച്ചിരിക്കുന്നു. അപ്പം അങ്ങോട്ട് പറഞ്ഞു, അപ്പം ആരുടെ അപ്പം എഴുതി തരണമെന്ന് പറഞ്ഞു. ആര് വേണം? അവർ പറഞ്ഞു, ഇപ്പം ഞങ്ങൾക്ക് എക്സ്പേർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ടൊക്കെ തന്നു, ഞങ്ങൾ വെച്ചിരിക്കുന്നത് ഉമ്മനാണ്, അദ്ദേഹത്തിൻ്റെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അന്നേരം അദ്ദേഹത്തിന് ഡയറക്ഷൻ കൊടുത്തു. അദ്ദേഹം ആ ലെറ്ററായിട്ടാണ് അയച്ചത്, എങ്ങനെ ലെറ്ററായിട്ട് ഇതാക്കി കൊടുത്തു. അപ്പം ഇത് വളരെ
വ്യക്തമായിട്ട് ഡിമാർക്കേറ്റ് ചെയ്യത്തക്ക വിധത്തിലുള്ള സ്ഥലങ്ങളാണുള്ളത്. അല്ലാതെ ആളുകളുടെ താമസം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതനുസരിച്ച് മാറുകയോ കാര്യങ്ങളൊന്നുമില്ല. വളരെ ക്ലിയറാണ്. പുറത്തേക്ക് വന്നിരിക്കുന്നത് ഏകദേശം അല്ല, അത് അങ്ങോട്ട് അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നത് ടോട്ടല് 2600 സ്ക്വയർ കിലോമീറ്റർ നമുക്ക് ESIക്ക് പുറത്തു വരും. ഈ 3 സ്ഥലങ്ങൾ, പാറക്കെട്ടുകൾ, പുൽമേടുകൾ, ജലാശയങ്ങൾ നമ്മൾ സംരക്ഷിച്ചോളാമെന്ന് പറഞ്ഞത് ഏകദേശം 1000 സ്ക്വയർ കിലോമീറ്റർ വരും. വരുമ്പോഴും ജനങ്ങൾക്കുള്ള ആശങ്ക നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം നവംബർ 13 ഈ ഡയറക്ഷൻ വന്നതിന് ശേഷം ഡിസംബറിൽ കോടതിയിൽ കേസ് വന്നപ്പോൾ കേന്ദ്ര സർക്കാർ കോടതിയിൽ പറഞ്ഞത് ഈ ഓഫീസ് മെമ്മോറാണ്ടം നിലനിൽക്കില്ല, ഇതിന് മുമ്പുണ്ടായിരുന്ന ഡയറക്ഷനാണ് നിലനിൽക്കുന്നതെന്ന്. സമാനമായ വിഷയമല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത് നവംബർ മാസത്തിലെ നിലനിൽക്കുമെന്ന് പറഞ്ഞു ഡയറക്ഷൻസ്. ആ ഡയറക്ഷൻസ് ഇപ്പോഴും നിൽക്കുന്നു. ഞാനത് പോയെന്ന് പറയുന്നില്ല. ഈ ഡിസംബർ 20 ഓഫീസ് മെമ്മോറാണ്ടം ഒരു സ്ഥലവും ESA ഒഴിവാക്കിക്കൊണ്ടുള്ളതല്ല. ഇത് ഫൈനൽ അല്ലെന്നും സ്റ്റേറ്റുകൾ അടക്കമുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷം ഫൈനലായിട്ടുള്ള തീരുമാനം എടുക്കുമെന്നും പറഞ്ഞിട്ടുള്ളതാണ് ഡിസംബർ 20 ഓഫീസ് മെമ്മോറാണ്ടം. അപ്പം അതിനകത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എടുത്ത നിലപാട് കറക്റ്റ് തന്നെയാണ്. അപ്പം ഇപ്പോഴും നവംബറിലെ ഓഫീസ് മെമ്മോറാണ്ടം ഡയറക്ഷൻസ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ മെമ്മോറാണ്ടം ഡയറക്ഷൻസ് ESIക്ക് മാത്രമാണ്. ഡിസംബർ 20 മൊത്തം ഏരിയ മുഴുവൻ പഴയതുപോലെ തന്നെ ESI ആയിട്ട് കിടക്കുക. ഇന്നിപ്പോഴാണ് ESI ഈ ജനവാസ കേന്ദ്രങ്ങളും പ്ലാന്റേഷനും കൃഷിയിടങ്ങളും എല്ലാം മാറിയിരിക്കുന്നത്. അത് കേൾക്കട്ടെ, ബാക്കി അതുകൂടെ കേൾക്കട്ടെ. അദ്ദേഹം ഒരാശങ്കയും വേണ്ട. ഇത് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത്. ഒരാശങ്കയും വേണ്ട. ഇവിടുത്തെ കർഷകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് സാധിക്കും. ഇത്രയും സാധിച്ചല്ലോ, സാധിക്കും. ഒരാശങ്കയും വേണ്ട. പക്ഷേ ഞാൻ ആരെങ്കിലും ആശങ്ക പ്രകടിപ്പിച്ചെങ്കിൽ അവരെ ഞാൻ കുറ്റപ്പെടുത്തത്തില്ല. കാരണം എനിക്ക് പോലും ഈ പല മീഡിയയുടെയും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പോലും ആശങ്ക തോന്നി. ഞാൻ പലയിടത്തും വിളിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മുഴുവൻ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് മാത്രമല്ല ഇതിൻ്റെ എല്ലാം കോപ്പി കിട്ടി, എല്ലാം കിട്ടി. എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓഫീസ് മെമ്മോറാണ്ടം ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെങ്കിൽ ഇപ്പം ലാപ്ടോപ്പിൽ അതിൻ്റെ ഉണ്ട്. അതിൻ്റെ കോപ്പി എടുക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ ലാപ്ടോപ്പിലുണ്ട്. അല്ല, അതിനു മുമ്പ് അതെന്നായിരുന്നു നവംബർ 13 അത് പറഞ്ഞത്. അതിന് മുമ്പ് കസ്തൂരംഗൻ തന്നെ പറഞ്ഞു, 17 ഒക്ടോബർ തന്നെ പറഞ്ഞിരുന്നു കസ്തൂരംഗൻ റിപ്പോർട്ടിംഗ് പ്രിൻസിപ്പിൾ അക്സെപ്റ്റ് ചെയ്യുന്നു. 17 ഒക്ടോബർ, അതായത് നവംബർ 13 ഡയറക്ഷന്റെ ഭാഗമായിട്ട് 123 മൊത്തം 4500 മൊത്തം ഇന്ത്യയിലുള്ള വില്ലേജുകൾ അത് നിലനിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ മാറ്റി എന്ന് പറയുന്ന ESI നിലവിൽ വരുന്ന ഈ ഫൈനൽ നോട്ടിഫിക്കേഷൻ ശേഷം അല്ല ഈ ഓഫീസ് മെമ്മോറാണ്ടത്തോടു കൂടി മാറിക്കഴിഞ്ഞു. ഇരിക്കട്ടെ, കോടതിയിൽ കൃത്യമായി തന്നെ പറയുന്നു ഓഫീസ് മെമ്മോറാണ്ടം എന്ന് പറയുന്നത് ഓഫീസ് റൂൾസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രമാണ്. അല്ല, ഇത് ആര് പറഞ്ഞു? നിങ്ങൾ കൺഫ്യൂസ് ചെയ്യാണ്. പിന്നെ ഇത് മറ്റേത് നിലനിൽക്കുന്നു, അന്നും നിൽക്കുന്നു, ഇന്നും നിൽക്കുന്നു. അന്നും നിൽക്കുന്നു, ഇന്നും നിൽക്കുന്നു. അല്ല, അന്ന് നിൽക്കുമ്പോൾ ESI മാറ്റിയിട്ടില്ല. ഇന്ന് ESI മാറ്റി. സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞതുപോലെ മാറ്റി. അതാണ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. റെക്കമെൻഡേഷൻസ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് were examined by MOEF
and it has been decided to accept these recommendations in respect of Kerala regarding ESA boundaries. പിന്നെന്താ സംശയം? വേണം. ഞാൻ പറഞ്ഞല്ലോ, അതാണ് പറഞ്ഞത്. ആ നോട്ടിഫിക്കേഷൻ വരുന്നു. വിജ്ഞാപനത്തിന് മുമ്പ് വരുമോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ആ ഇത് വന്നിരിക്കും. അതിന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഒരു തടസ്സമാവത്തില്ല. 2 മാസം ഡ്രാഫ്റ്റ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വരിക. ഡ്രാഫ്റ്റ് ആദ്യം ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ വരും. അത് കഴിഞ്ഞ് 60 ഡേയ്സ് കൊടുക്കണം. 60 ഡേയ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇതെല്ലാം പരിഗണിച്ചതിന് ശേഷം മാത്രമല്ല ഫൈനൽ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അതല്ലല്ലോ, നേരത്തെ പിന്നെ ഒരു ഡയറക്ഷൻ വരുമ്പോൾ പ്രായോഗിക തലത്തിൽ വന്നെങ്കിൽ ഇപ്പം ഓഫീസ് മെമ്മോറാണ്ടവും വന്നു, പിന്നെ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനും വന്നാൽ പിന്നെ അതിന് വല്ല എഫക്റ്റും ഉണ്ടോ? അത് പ്രാബല്യത്തിൽ തന്നെ വന്നിരിക്കും. യാതൊരു 2600 കിലോമീറ്റർ ആണല്ലോ ESAക്ക് പുറത്തു വരുന്നത്. ഈ പാറമടയും പുൽമേടും എല്ലാം ഉൾപ്പെടെയാണ്. ടോട്ടലി 3600 കിലോമീറ്റർ. 13108 സ്ക്വയർ കിലോമീറ്റർ കേരളത്തിലെ ESA. കേരളത്തിലെ 3108 റിപ്പോർട്ട് പ്രകാരം 13108. അതിൽ ഫോറസ്റ്റ് 9107 സ്ക്വയർ കിലോമീറ്ററേ ഉള്ളൂ. 9107. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബാക്കിയെല്ലാം കൂടെ. ഈ 26-ാം തീയതി കേസ് വീണ്ടും കോടതി പരിഗണിക്കുകയാണ്. 24. ആ സമയത്ത് നേരത്തെ പറഞ്ഞ അതേ വാദത്തിൽ കേന്ദ്ര സർക്കാരിന് ഉറച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടില്ലേ? അതെ, കേന്ദ്രം അത് തന്നെ പറയും. എന്താ പറയുന്നത്? ഞങ്ങൾക്ക് കേരള ഗവൺമെന്റ് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് എക്സ്പേർട്ട് കമ്മിറ്റിയുടെ റിപ്പോർട്ട്, ഗ്രൗണ്ട് ലെവൽ റിയാലിറ്റി കാണിച്ചുകൊണ്ടുള്ള ഞങ്ങളുടെ മാപ്പിംഗ് എല്ലാം കിട്ടിയിരിക്കുന്നു. ഇതെല്ലാം ഞങ്ങളെ കൊണ്ട് അവിടെ കൊടുപ്പിച്ചിട്ടുണ്ട്. ഇത് അവിടെ കാണിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ വർക്ക് മുഴുവൻ ചെയ്തു. അവർ പ്രത്യേകമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു കേരളം ചെയ്ത വർക്കിനെ. അത് മുഴുവൻ ഇവിടെ കാണിച്ചു കൊടുക്കും. അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റും. ഓഫീസ് മെമ്മോറാണ്ടത്തിൽ മാത്രം ബേസ് ചെയ്ത് ഇത് കാര്യങ്ങൾ നടപ്പിലാക്കാൻ കോടതി പറയുമെന്ന് സർക്കാരിന് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഇതിനകത്ത് പിന്നെ കേരള ഗവൺമെൻറ്റും സീനിയർ അഡ്വക്കേറ്റ്സിനെയൊക്കെ അവിടെ എൻഗേജ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ഓഫീസ് മെമ്മോറാണ്ടം. അത് ഗവൺമെൻറ്റിൻ്റെ ബില്ലാണ്, ഗവൺമെൻറ്റിൻ്റെ ഇൻറ്റൻഷനാണ്. ഇനിയും അതിനുള്ള നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള നടപടികൾ അതുമായിട്ട് മുമ്പോട്ട് പോകും. ഇതിനകത്ത് എത്ര വിചാരിച്ചാലും ഒരു കുഴപ്പമുണ്ടാക്കാൻ പറ്റില്ല. അത് അല്ലല്ല, എത്ര വിചാരിച്ചാലും കേരളത്തിന്റെ ആശങ്കകൾ മാത്രം നിലനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ നീക്കാൻ കഴിയില്ല. ഈ സർക്കാരിന്റെ കാലത്ത് ഇത് മൊത്തം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്ന കേന്ദ്രമന്ത്രി തന്നെയാണ് മാധ്യമങ്ങളോട് അത് പറഞ്ഞതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാം കേട്ടോ, എങ്ങനെയാണെന്നറിയാം. പിന്നെ എന്താ? ഇതല്ലേ സത്യം, ഇതല്ലേ സത്യം. അതുകൊണ്ട് യാതൊരു സംശയവുമില്ല, ഈ കാര്യത്തിലൊന്നും ഒരു ഇതുമില്ല. അല്ല, അതവര് കാര്യം മനസ്സിലാവും. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായില്ലേ? കാരണം എനിക്കും സംശയമായിരുന്നു കേട്ടോ. ആയിക്കോട്ടെ, അത് നിങ്ങൾ നോക്കിക്കോ, അത് എല്ലാവർക്കും മനസ്സിലാകും. ഏതാ ഇന്നിപ്പം വളരെ ലേറ്റ് ആയി. ഏതാ അത്? കോടതി ഒരു വാചകം പറഞ്ഞത്തെ കയറി പിടിച്ചാണ് പിറ്റേ ദിവസം അടിയന്തരമായിട്ട് പിന്നെ കസ്തൂരി രംഗന് വേണ്ടിയിട്ടുള്ള ഓഫീസ് മെമ്മോറാണ്ടം ഇറക്കിയത്. സമയമായില്ലേ? എല്ലാം അവർക്കറിയാവില്ല. അവരെല്ലാം എടുത്തിങ്ങോട്ട് തന്നിരിക്കുന്നത്. ഇല്ല,
ഇതിനകത്ത് 1 സെന്റ് ഭൂമി പോലും സ്വകാര്യ ഭൂമിയില്ല. വളരെ വ്യക്തമല്ലേ? ഒറ്റ വീട് പോലും ഇല്ല. ഇതാണ് കേരള ഗവൺമെന്റിന്റെ ശുപാർശ അംഗീകരിച്ചിരിക്കുന്നത്. ഫീസ് മെമ്മോറാണ്ടം അത് ഗവൺമെന്റിന്റെ ബില്ലാണ്, ഗവൺമെന്റിന്റെ ഇന്റൻഷനാണ്. ഇനിയും അതിനുള്ള നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള നടപടികൾ അതുമായിട്ട് മുമ്പോട്ട് പോകും. ഇതിനകത്ത് എത്ര വിചാരിച്ചാലും ഒരു കുഴപ്പമുണ്ടാക്കാൻ പറ്റില്ല. അത് അല്ലല്ല, എത്ര വിചാരിച്ചാലും കേരളത്തിന്റെ ആശങ്കകൾ മാത്രം നിലനിർത്തിക്കൊണ്ട് കാര്യങ്ങൾ നീക്കാൻ കഴിയില്ല. ഈ സർക്കാരിന്റെ കാലത്ത് ഇത് മൊത്തം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്ന കേന്ദ്രമന്ത്രി തന്നെയാണ് മാധ്യമങ്ങളോട് അത് പറഞ്ഞതൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയാം കേട്ടോ, എങ്ങനെയാണെന്നറിയാം. പിന്നെ എന്താ? ഇതല്ലേ സത്യം, ഇതല്ലേ സത്യം. അതുകൊണ്ട് യാതൊരു സംശയവും ഇല്ല, ഈ കാര്യത്തിലൊന്നും ഒരു ഇതുമില്ല. അല്ല, അത് അവര് കാര്യം മനസ്സിലാവും. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായില്ലേ? കാരണം എനിക്കും സംശയമായിരുന്നു കേട്ടോ. ആയിക്കോട്ടെ, അത് നിങ്ങൾ നോക്കിക്കോ, അത് എല്ലാവർക്കും മനസ്സിലാകും. ഇന്നിപ്പം വളരെ ലേറ്റ് ആയി. അത് കോടതി ഒരു വാചകം പറഞ്ഞത്തെ കയറി പിടിച്ചാണ് പിറ്റേ ദിവസം അടിയന്തരമായിട്ട് കസ്തൂരി രംഗന് വേണ്ടിയിട്ടുള്ള ഓഫീസ് മെമ്മറാണ്ടം ഇറക്കിയത്. സമയമായില്ലേ? എല്ലാം അവർക്കറിയാവില്ല, അവരെല്ലാം എടുത്തിങ്ങോട്ട് തന്നിരിക്കുന്നത്. ഇല്ല, ഇതിനകത്ത് 1 സെന്റ് ഭൂമി പോലും സ്വകാര്യ ഭൂമിയില്ല. വളരെ വ്യക്തമല്ലേ? ഒറ്റ വീട് പോലും ഇല്ല. ഇതാണ് കേരള ഗവൺമെന്റിന്റെ ശുപാർശ അംഗീകരിച്ചിരിക്കുന്നത്. ഇതിലെനിക്ക് ഇല്ല, അത് അതിനകത്തുണ്ട്. അല്ലല്ല, അത് 1000 എന്നുള്ളത് 1100 ആകും, അല്ല മറ്റേത് കൂടുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ 3 കാറ്റഗറി അതിനകത്ത് വളരെ വ്യക്തമാണ്. പക്ഷേ ESIയിൽ ഒരു വ്യക്തിയുടെ സ്ഥലവും വരുന്നില്ല. അതിനകത്ത് ശ്രീ ഉമ്മൻ, നമ്മുടെ ഡോക്ടർ PC സിറിയക്, പിന്നെ ഡോക്ടർ രാജശേഖരൻ പിള്ള, ഇവർ 3 അംഗങ്ങളാണ് എക്സ്പേർട്ട് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. അവർ നല്ല വർക്കാണ് ചെയ്തത്. എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങളുടെ പൂർണ്ണമായ പങ്കാളിത്തം കിട്ടി. കേരള ഗവൺമെന്റിന് ഈ കാര്യത്തിൽ വളരെ അഭിമാനമുണ്ട്. ഒരു വലിയ ക്രൈസിസ് ഞങ്ങൾ ഏറ്റവും നല്ല നില കൈകാര്യം ചെയ്യും. ഇതിനകത്ത് തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഈ നോട്ടിഫിക്കേഷൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടില്ല, ശ്രദ്ധിക്കുമ്പം മാറും. പറഞ്ഞു ഇവർക്കൊക്കെ പോകാൻ ധൃതിയായി. ഏതാ അത് കിട്ടിയാലും ഞാൻ നിങ്ങളോട് പറയുമോ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തത്സമയ വാർത്താ സമ്മേളനമാണ് കണ്ടത്. കസ്തൂരി രംഗൻ റിപ്പോർട്ടിന്മേൽ ഇന്നിറങ്ങിയ ഓഫീസ് മെമ്മോറാണ്ടത്തെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കേരളത്തിലെ കർഷകർക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. കരട് വിജ്ഞാപനം ഇറങ്ങുന്നതിന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുന്നത് തടസ്സമല്ലെന്ന് മുഖ്യമന്ത്രി മാധ്യമപ്രവർത്തകരോട് വിശദീകരിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും.
പോളിംഗ് ബൂത്ത് തുടരുന്നു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്മേൽ കരട് വിജ്ഞാപനമില്ല. ഓഫീസ് മെമ്മോറാണ്ടം ആണ് പുറത്തിറങ്ങിയത്. പ്രതിഷേധങ്ങൾ പലയിടത്തും തുടരുകയാണ്. ഇടുക്കിയിൽ നിന്നും ബിജു തറയിൽ ചേരുന്നു. ബിജു, ഇടുക്കിയിൽ ഏത് രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്? ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ ഇടുക്കിയിൽ ഡിവൈഎഫ്ഐയും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും നടത്തിയ പ്രതിഷേധ പ്രകടനങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ബിജു തറയിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബിജു, പ്രതിഷേധ പ്രകടനങ്ങൾ ഇപ്പോഴും തുടരുകയാണോ? ഏത് രീതിയിലാണ് പ്രതിഷേധങ്ങൾ പുരോഗമിക്കുന്നത്? ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലും അതുപോലെ ഹൈറേഞ്ച് സംരക്ഷണ നേതൃത്വത്തിലും പ്രവർത്തകർ ചെറിയ കൂട്ടങ്ങളായി കട്ടപ്പനയുടെ സെൻട്രൽ ജംഗ്ഷനിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് പ്രതിഷേധ പ്രകടനം നടത്തുകയും അതുപോലെ തന്നെ അതിനിടയ്ക്ക് എന്നോട് പറഞ്ഞു അസ്ലം, അതാ ഞാൻ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും മുഹമ്മദ് അസ്ലം ചേരുന്നു. അസ്ലം, മുഖ്യമന്ത്രി എന്തൊക്കെ കാര്യങ്ങളാണ് കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഇറങ്ങിയ ഓഫീസ് മെമ്മോറാണ്ടവുമായി വിശദീകരിച്ചത്? ജിൽസി, കേരളത്തിന്റെ ആവശ്യങ്ങൾ മുഴുവൻ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ഓഫീസ് മെമ്മോറണ്ടമാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമായി പറഞ്ഞത്. കേരളം ഉന്നയിച്ച ആവശ്യങ്ങൾ ജനവാസ പ്രദേശങ്ങൾ, കൃഷിയിടങ്ങൾ, തോട്ടഭൂമികൾ ഇവയെല്ലാം EACയുടെ പരിധിയിൽ മാറ്റണമെന്നായിരുന്നു ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ കേരളം ആവശ്യപ്പെട്ടത്. ഈ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുള്ള ഒരു ഓഫീസ് മെമ്മോറണ്ടമാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. ഈ ഓഫീസ് മെമ്മോറണ്ടം എന്ന് പറയുന്നത് സർക്കാരിന്റെ ഇന്റൻഷനാണ്, സർക്കാരിന്റെ ഉദ്ദേശമാണ്. ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള സർക്കാരിന്റെ ഉദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു വാലിഡായ ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, ഇതിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് വിജ്ഞാപനം ഉടൻ തന്നെ ഇറങ്ങുമെന്നുള്ള കാര്യം ഓഫീസ് മെമ്മോറാണ്ടത്തിൽ നിന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1-2 ദിവസങ്ങൾ തൻ്റെ അഭിപ്രായത്തിൽ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളെയോ തന്നെ ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറങ്ങുമെന്നുള്ള ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇപ്പോൾ പ്രകടിപ്പിച്ചത്. അതായത് കേരളത്തിൻ്റെ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള കേരളത്തിൻ്റെ ESI പരിധിയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ട പ്രദേശങ്ങൾ മാറ്റിക്കൊണ്ടുള്ള ഓഫീസ് മെമ്മോറാണ്ടം തന്നെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള നിയമപരീക്ഷ നൽകുന്നുള്ള വിജ്ഞാപനം എന്ന് പറയുന്നത് 1-2 ദിവസത്തിൽ വരും. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച ആശങ്കകൾ ഇല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ ഇത് സംബന്ധിച്ച് കേരള കോൺഗ്രസ് എം ഉൾപ്പെടെയുള്ള പാർട്ടികളിലെ ആൾക്കാരുടെ പ്രതികരണങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അറിയാത്തതുകൊണ്ടായിരിക്കാം. ഇതിനെക്കുറിച്ച് അവ്യക്തതകളുണ്ടായിരുന്നു. വിശദമായ ചർച്ചകൾക്ക് ശേഷമാണ് സർക്കാരിന് തന്നെ ഇതിനെക്കുറിച്ചുള്ള വ്യക്തത ലഭിച്ചത്. ഈ വ്യക്തത ലഭിക്കുന്ന മുറയ്ക്ക് മറ്റ് പ്രശ്നങ്ങൾ, മറ്റ് ആശങ്കകൾ ഒഴിയുമെന്ന് തന്നെയാണ് അദ്ദേഹം മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞത്. അതായത് 2500ഓളം സ്ക്വയർ കിലോമീറ്ററോളം പ്രദേശങ്ങളാണ് ESIയിൽ നിന്ന് മാറ്റിയത്. അത് ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പ്രദേശമാണ്. അതിന് പകരമായി തന്നെ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ചില പ്രദേശങ്ങൾ, പുൽമേടുകൾ, അതോടൊപ്പം തന്നെ പാറക്കെട്ടുകൾ, ജലാശയങ്ങൾ തുടങ്ങി 1000 സ്ക്വയർ കിലോമീറ്ററോളം സ്ഥലങ്ങൾ ESI ഉൾപ്പെടുത്താനും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ആശങ്കകൾ അല്ലെങ്കിൽ കേരളം ഉയർത്തിയ ആവശ്യങ്ങൾ പരിഗണിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ വ്യക്തമാകുന്ന മുറയ്ക്ക് ഇതിനെതിരായ പ്രചാരണങ്ങൾ അല്ലെങ്കിൽ ഇതിനെതിരായ എതിർപ്പുകൾ, UDFിൽ നിന്ന് തന്നെയുള്ള എതിർപ്പുകൾ മാറുമെന്ന ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞത്. ഈ 2 ദിവസത്തിനകം കരട് വിജ്ഞാപനം പുറത്തിറങ്ങുന്നതിന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത് ഒരു തടസ്സമാകില്ല എന്ന് പറഞ്ഞു. അതായത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്ത് വന്നാൽ പോലും ഇനിയും 2 ദിവസത്തിനകം വിജ്ഞാപനം പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള നിയമപരമായ ഒരു തടസ്സങ്ങളുമില്ല. അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ടതില്ല. ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് സർക്കാർ ഉമ്മൻചാണ്ടി ഇപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയത്. ജിൽസി, അസ്ലം, അദ്ദേഹം മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നത് കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്മേൽ കരട് വിജ്ഞാപനം പുറത്തിറക്കുന്നതിന് തടസ്സമല്ല. ഇത് എത്രത്തോളം നിയമസാധുതയുണ്ട്? അതിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്? മുഖ്യമന്ത്രി വ്യക്തമായി സൂചിപ്പിച്ച് ഓഫീസ് മെമ്മോറാണ്ടത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. കരട് വിജ്ഞാപനം ഉടൻ തന്നെ ഇറങ്ങുമെന്ന കാര്യം ഓഫീസ് മെമ്മോറാണ്ടത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ നിയമ തടസ്സങ്ങളില്ല. നാളെ 10:30 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാൽ തന്നെയും ഈ കരട് വിജ്ഞാപനം വരുന്നതിന് തടസ്സമില്ല. അതുകൊണ്ട് തന്നെ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളെയോ തന്നെ ഈ വിജ്ഞാപനം വരും എന്ന് ഉറപ്പ്. അതുകൊണ്ട് തന്നെ നിയമ തടസ്സങ്ങളില്ല എന്ന കാര്യം കൃത്യമായി തന്നെ കേന്ദ്രത്തിൽ നിന്ന് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കേന്ദ്ര പരിസ്ഥിതി സെക്രട്ടറിയുമായി നമ്മൾ ആശയവിനിമയം നടത്തിയപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഇത് തന്നെയാണ്. ഓഫീസ് മെമ്മോറാണ്ടത്തിന്റെ തുടർച്ചയായിട്ട് കരട് വിജ്ഞാപനം ഇറങ്ങുന്നതിന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഒരു തടസ്സമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിജ്ഞാപനം ഇറങ്ങുകയും അത് മുൻനിർത്തി ഈ പ്രചരണങ്ങളെയും അതോടൊപ്പം തന്നെ ഇതിന്റെ എതിർപ്പുകളെയും മറികടക്കാൻ കഴിയും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. അസ്ലം, അങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിൽ തൽക്കാലത്തേക്കെങ്കിലും KM മാണിയുടെ പ്രതിഷേധത്തെ ഒരു പക്ഷേ തണുപ്പിക്കാനായേക്കുമെന്ന പ്രതീക്ഷയുണ്ടോ?
തീർച്ചയായും അത്തരം ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ UDF നേതൃത്വം അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം ഉള്ളത്. ഈ വിജ്ഞാപനം ഉടൻ ഇറങ്ങുമെന്നും ആ വിജ്ഞാപനം മുൻനിർത്തിക്കൊണ്ട് കേരളം ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചു എന്നുള്ള ഒരു കാര്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ KM മാണി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിലെ KM മാണി അല്ലെങ്കിൽ മറ്റ് PJS ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങളെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന രീതിയിൽ തന്നെയാണ് UDF നേതൃത്വത്തിൻ്റെ അതോടൊപ്പം കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയും സർക്കാർ നേതൃത്വം നൽകുന്ന ഉമ്മൻചാണ്ടിയുടെയും വിശ്വാസം. ഇതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും. വരും ദിവസങ്ങളിൽ അതിന് സംബന്ധമായ ആശയവിനിമയം നടക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് തന്നെ മുഖ്യമന്ത്രി KM മാണിയുമായി ഫോൺ സംസാരിച്ചിരുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. മറ്റ് കമ്മിറ്റികളുമായി മറ്റുമൊക്കെ വരും ദിവസങ്ങളിൽ ആശയവിനിമയം നടത്തുമെന്നുള്ള സൂചന തന്നെയാണ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ നൽകിയത്. ജിൽസി. അസ്ലം തുടരുക. ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ബിജു തറയിലുണ്ട്. ബിജു, ഇടുക്കിയിൽ പ്രതിഷേധ പ്രകടനങ്ങൾ തുടരുകയാണ്. ഇന്ന് ഏതൊക്കെ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നടന്നത്? ആരൊക്കെയാണ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചത്? ജിൽസി രാത്രി 9:30 ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിലും അതുപോലെ ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലും ചെറു സംഘങ്ങളായുള്ള പ്രകടനക്കാർ കട്ടപ്പന സെൻട്രൽ ജംഗ്ഷനിൽ ഒത്തുകൂടുകയായിരുന്നു. അവർ ഇവിടെ സ്ഥാപിച്ചിരുന്ന PT തോമസിന്റെയും അതുപോലെ തന്നെ റോഷി അഗസ്റ്റിന്റെയും ഒക്കെ ഫ്ലെക്സ് ബോർഡുകളും മറ്റും കൂട്ടിയിട്ട് റോഡിൽ കത്തിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രവർത്തകരെല്ലാം തന്നെ പിരിഞ്ഞു പോയിരിക്കുകയാണ്. നാളെ രാവിലെ 10:30 ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ വൻപിച്ച ഒരു പ്രതിഷേധ പ്രകടനത്തിന് ആഹ്വാനം നൽകിയിട്ടുണ്ട്. എന്തു തന്നെ ആയാലും ഈ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഓഫീസ് മെമ്മോറാണ്ടവും അതുപോലെ തന്നെ കരട് വിജ്ഞാപനവും തങ്ങൾ അംഗീകരിക്കില്ല എന്ന ഹൈറേഞ്ച് സംരക്ഷണ സമിതി മുമ്പ് പലവട്ടം സൂചിപ്പിച്ചിരുന്നതാണ്. അതിനവർ പറയുന്നൊരു കാരണം 2013 നവംബർ 13 ഇറങ്ങിയ ഒരു വിജ്ഞാപനമുണ്ട്. അതിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രത്യേകിച്ച് പറയുന്നത് 1986 പരിസ്ഥിതി നിയമം ആക്ട് 5 പ്രകാരമുള്ള എല്ലാ വന നിയമങ്ങളും ആ വിജ്ഞാപനത്തിലുണ്ട്. അത് മാറ്റാതെ തങ്ങൾ യാതൊരു കോംപ്രമൈസിനും തയ്യാറല്ല എന്നാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി പറയുന്നത്. ഇനി വരും ദിവസങ്ങളിൽ ഹൈറേഞ്ചിൽ ശക്തമായ ഒരു സമരത്തിന് തന്നെയാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി അതുപോലെ LDFും DYFഐയുടെ നേതൃത്വത്തിൽ ഉള്ള സംഘങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ജിൽസി. ശരി ബിജു, ഇപ്പോൾ കോഴിക്കോട് നിന്ന് നജാത്ത് ഉണ്ട്. പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി നടത്തുന്ന സമരവേദിയിൽ നിന്നും. നജാത്ത്, അവർ നേരത്തെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. സമരത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജിൽസി, ഓഫീസ് മെമ്മോറാണ്ടം പുറത്തു വന്നതിന് ശേഷം സമരസമിതി നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. ഈ ഓഫീസ് മെമ്മോറാണ്ടം ഡിസംബർ 20 പുറത്തിറങ്ങിയ ഓഫീസ് മെമ്മോറാണ്ടത്തിന്റെ ആവർത്തനം മാത്രമാണ്. ഉമ്മൻ കമ്മിറ്റിയുടെ ഏതാനും വിശദാംശങ്ങൾ മാത്രമാണ് അതിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതിനപ്പുറത്ത് കർഷകരുടെയോ പശ്ചിമഘട്ട പരിസരങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളുടെയോ ആശങ്കയകറ്റുന്ന ഒരു നിർദ്ദേശവും പുതിയ വിജ്ഞാപനത്തിൽ പുതിയ ഓഫീസ് മെമ്മോറാണ്ടത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും തന്നെ അംഗീകരിക്കുവാൻ സാധിക്കുകയില്ല. ഇത് ജനങ്ങളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നാളെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വരുമെന്നതിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങളുടെ സമരാവേശത്തെ തണുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കേവലമായ കബളിപ്പിക്കൽ മാത്രമാണ് എന്ന സ്വഭാവത്തിലാണ് സമരസമിതി ഇതിനെ കാണുന്നത്. ഈ വേണ്ടത്ര സമയം ഈ കരട് വിജ്ഞാപനം ഇറക്കുന്നതിന് കസ്തൂരിരംഗൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കരട് വിജ്ഞാപനം ഇറക്കുന്നതിന് വേണ്ടത്ര സമയം സർക്കാരിന് മുന്നിൽ ഉണ്ടായിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാരിനെയും വനം പരിസ്ഥിതി മന്ത്രാലയത്തിനെ ഇത് ബോധ്യപ്പെടുത്തുന്നതിൽ സംസ്ഥാന സർക്കാരിന് വളരെ ഗുരുതരമായ വീഴ്ച പറ്റുകയുണ്ടായി. അത് ഈ തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോയത് സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയാണ്. കൂടാതെ 28ഓളം ജനപ്രതിനിധികൾ MP-മാർ കേരളത്തിൽ നിന്ന് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഇവർക്കും ആവശ്യമായ രീതിയിൽ കേന്ദ്ര സർക്കാരിനെയും വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിക്കാത്തത് കൊണ്ടാണ്, അവർക്ക് വീഴ്ച പറ്റിയത് കൊണ്ടാണ് വീണ്ടും വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് ജനങ്ങളെ കബളിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു അവസരമൊരുക്കിയത്. അതുകൊണ്ട് സമരവുമായി മുന്നോട്ട് പോകും. അതേസമയം നാളെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തു വരുന്ന സാഹചര്യത്തിൽ സമരം എന്തായിരിക്കണമെന്ന് ആ സമയത്ത് സ്വീകരിക്കും. അതോടൊപ്പം തന്നെ ഇവിടെ പുതിയ മെമ്മോറാണ്ടത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സമരത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ എത്തിയ ആളുകൾ മുദ്രാവാക്യം വിളിക്കുകയും കേന്ദ്രമന്ത്രി വീരപ്പ മൊയ്ലിയുടെ കോലം കത്തിക്കുകയും ചെയ്യുകയുണ്ടായി. ജിൽസി. നജാത്ത്, തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നാലും കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ കരട് വിജ്ഞാപനം പുറത്തിറക്കുന്നതിൽ തെറ്റില്ല, അല്ലെങ്കിൽ നിയമപരമായി അത് സാധുതയുണ്ട് എന്നാണ് മുഖ്യമന്ത്രി നൽകുന്ന സൂചന. അതുകൂടി പരിഗണിക്കുകയാണെങ്കിൽ ഇനിയും സമരം തുടരാൻ തന്നെയാണോ, അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഏത് രീതിയിൽ സമരം തുടരുമെന്നാണ് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി വ്യക്തമാക്കുന്നത്? നിയമപരമായി ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം വീണ്ടും ഒരു പുനർവിജ്ഞാപനം നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത് കേവലം ഒരു മുഖ്യമന്ത്രി തെറ്റായി നൽകുന്ന ഒരു വാർത്ത മാത്രമാണ്, അല്ലെങ്കിൽ ഒരു സന്ദേശം മാത്രമാണ്. അങ്ങനെ ഒരിക്കലും തന്നെ സാധ്യമല്ല എന്ന സമീപനത്തിലാണ് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതിയുള്ളത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്ന മുറയ്ക്ക് ഇനി കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല. കേന്ദ്ര സർക്കാരിനോ വനം പരിസ്ഥിതി മന്ത്രാലയത്തിനോ സംസ്ഥാന സർക്കാരിനോ പ്രത്യേകിച്ചൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ജനങ്ങളുടെ ആശങ്ക തുടരുക തന്നെ ചെയ്യും. അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്നവരെയും പുതിയ ഗവൺമെന്റ് നിലവിൽ വരുന്നത് വരെയും അവർ എന്ത് സമീപനം ഈ വിഷയത്തോട് സ്വീകരിക്കും എന്നതുവരെ ജനങ്ങളുടെ ആശങ്ക തുടരും. ഈ ഒരു അവസ്ഥയിലാണ് പശ്ചിമഘട്ട ജനസംരക്ഷണ സമിതി കാര്യങ്ങളെ കാണുന്നത് എന്നാണ് അവരുടെ ഭാഗത്തിൽ നിന്ന് കേൾക്കുന്നത്. നജാത്ത് തുടരുക. ബിജു തറയിൽ ചേരുന്നു ഇടുക്കിയിൽ നിന്നും. ബിജു, ഇന്ന് വൻ പ്രതിഷേധങ്ങളാണ് ഇടുക്കിയിലുടനീളം നടന്നത്. നാളെ പ്രതിഷേധ ദിനമായി ആചരിക്കാൻ ഹൈറേഞ്ച് സംരക്ഷണ സമിതി ആഹ്വാനം നൽകിയിട്ടുണ്ട്. ഇടുക്കിയിൽ ഇപ്പോഴും പ്രതിഷേധങ്ങൾ തുടരുന്നുണ്ടോ?
പ്രതിഷേധ പ്രകടനക്കാർ ഇപ്പോൾ പിരിഞ്ഞു പോയിരിക്കുകയാണ്. ജിൽസി, നാളെ രാവിലെ വൻപിച്ച പ്രതിഷേധ പ്രകടനത്തിനാണ് ഹൈറേഞ്ച് സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ദേശീയപാത ഉപരോധിക്കുന്ന ഉൾപ്പെടെയുള്ള സമര പരിപാടികൾക്ക് ഹൈറേഞ്ച് സംരക്ഷണ സമിതി നീങ്ങിക്കൂടാകുകയില്ല. കാരണം ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം അത്തരത്തിലുള്ള വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അതോടൊപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെയും ഇടത് സംഘടനകളുടെയും ശക്തമായ പ്രതിഷേധം നാളെ ഇടുക്കി ജില്ലയിലെമ്പാടും ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. നജാത്തിലേക്ക് വീണ്ടും. നജാത്ത്, ഓഫീസ് മെമ്മോറാണ്ടം പുറത്തിറങ്ങിയ സമയത്ത് കൂടുതൽ ആളുകൾ സമരപന്തലിലേക്ക് എത്തുകയുണ്ടായോ? ഇപ്പോഴും സമരപന്തലിൽ ആളുകളുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഓഫീസ് മെമ്മോറാണ്ടം ഇറങ്ങിയതിനു ശേഷം പ്രത്യേകിച്ച് ആളുകളൊന്നും തന്നെ സമരപന്തലിൽ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതേസമയം വ്യത്യസ്തമായ സന്ദർഭങ്ങളിലായി താമരശ്ശേരി ഭാഗങ്ങളിൽ നിന്ന്, തിരുവമ്പാടി മേഖലകളിൽ നിന്നൊക്കെ അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ചെറിയ ചെറിയ സംഘങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി ഓഫീസ് മെമ്മോറാണ്ടം ഇറങ്ങിയതിനു ശേഷവും ഏതാനും ആളുകൾ 10-20 പേർ എത്തുകയുണ്ടായി. അവർ അഭിവാദ്യം അർപ്പിച്ച് തിരിച്ചു പോവുകയും ചെയ്തു. ജിൽസി, നജാത്ത്, ബിജു തറയിൽ തുടരുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കേരള ഗവർണർ നിഖിൽ കുമാർ രാജി സമർപ്പിച്ചിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാണ് അദ്ദേഹം രാജി സമർപ്പിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഇർഷാദ് പടന്ന ചേരുന്നു കൊച്ചിയിൽ നിന്നും. ഇർഷാദ്, അദ്ദേഹം രാജി സമർപ്പിച്ചു എന്ന വാർത്ത സ്ഥിരീകരിച്ചു. ജിൽസി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ഡൽഹിയിൽ നിന്നും കൊച്ചിയിലെത്തിയ അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് ആണ് ഇപ്പോൾ രാഷ്ട്രപതി ഭവനിലേക്ക് രാജിക്കത്ത് ഫാക്സ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തന്നെ ഇത് മാധ്യമങ്ങളോട് വ്യക്തമാക്കി കഴിഞ്ഞു. അത് രാഷ്ട്രപതി ഭവനിൽ സ്വീകരിച്ചിട്ടുണ്ട്. ലാലു പ്രസാദ് യാദവുമായി ചേർന്ന് മത്സരിക്കുന്നു എന്ന വാർത്തകളെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്തരം ആലോചനകളുണ്ട്, അത്തരം ചർച്ചകളുണ്ട്, ഇനി അത്തരം ചർച്ചകളുമായി മുന്നോട്ട് പോകും. ദീക്ഷിത് കേരളത്തിന്റെ ഗവർണറായി വരുമെന്ന മറ്റൊരു വാർത്തയെ കുറിച്ച് ചോദിച്ചപ്പോൾ താനും അങ്ങനെ കേട്ടിട്ടുണ്ട്, എന്നാൽ അതിനെക്കുറിച്ച് സ്ഥിരീകരണമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഏതായാലും 2 ദിവസം കൊച്ചിയിലുണ്ട്. കുടുംബസമേതം ഗുരുവായൂർ അടക്കമുള്ള സന്ദർശനം അടക്കമുള്ള പദ്ധതികളുമായി അദ്ദേഹം 2 ദിവസം കൊച്ചിയിലുണ്ട്. ഏതായാലും അദ്ദേഹം രാജിവെച്ചു എന്നത് അദ്ദേഹം തന്നെ സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജിൽസി, ഇർഷാദ്, അദ്ദേഹം ബീഹാറിലെ പട്നയിൽ നിന്ന് മത്സരിക്കുമെന്ന രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഇതിൽ ഏതെങ്കിലും രീതിയിലുള്ള സ്ഥിരീകരണം നൽകാൻ അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളോ തയ്യാറായോ? ജിൽസി, ഇത് സംബന്ധിച്ച് അദ്ദേഹത്തോട് തന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു. എന്നാൽ ഈ നേരത്തെ ലാലു പ്രസാദുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് താൻ ചർച്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് സംബന്ധിച്ച് തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇനി അത്തരം ചർച്ചകൾ തുടരും. അത് വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. എന്നാൽ അടുത്ത വർഷങ്ങൾ നൽകുന്ന സൂചന ലാലു പ്രസാദ് യാദവുമായി ചേർന്ന് ഔറംഗാബാദ് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാനുള്ള തീരുമാനത്തിലേക്കാണ് അദ്ദേഹം പോകുന്നതെന്നാണ്. അത്തരം ചർച്ചകളാണ് ലാലു പ്രസാദ് യാദവുമായി നടത്തിയിരിക്കുന്നത് എന്നാണ്. 2 ദിവസത്തിന് കൊച്ചിയിൽ തങ്ങിയതിനു ശേഷം അദ്ദേഹം ഡൽഹിയിലേക്കോ ബീഹാറിലേക്കോ മടങ്ങും. ഇത് സംബന്ധിച്ച് തീരുമാനങ്ങൾ അതിനുശേഷം ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ജിൽസി, കേരള ഗവർണർ നിഖിൽ കുമാർ രാജി സമർപ്പിച്ചിരിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം രാജി സമർപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാണ്. So the relationship with him began then. So he had come to see my mother and asked her to bless him for the next elections. What's your experience in Kerala? Wonderful. I'm going to miss Kerala very badly. It has been a wonderful experience, and I have found the people of Kerala out of this world. I have found the state not only beautiful, but extremely friendly, very development oriented, and extremely, I would say, compatible. So I'm going to miss Kerala a lot. Thank you very much. കേരള ഗവർണർ നിഖിൽ കുമാർ രാജിവെച്ചിരിക്കുന്നു. രാജിക്കാര്യം അദ്ദേഹം മാധ്യമങ്ങളോട് സ്ഥിരീകരിച്ചു. വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹം മത്സരിക്കുമെന്നാണ് സൂചന. എന്തായാലും നിറയെ വാർത്തകളുണ്ട്. പോളിംഗ് ബൂത്ത് അവസാനിക്കുകയാണ്. നാളെ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.